ഇന്ത്യൻ എക്കോണമി ഗ്രോത്ത് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് എക്കണോമിക് പ്ലാനിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ നമുക്കറിയാം, ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആക്കി അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് തന്നിട്ട് പോയപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ സാമ്പത്തിക മേഖല എന്ന് പറയുന്നത് ഒരു വൻ പരാജയമായിരുന്നു. അതായത് വേറൊന്നുമല്ല, നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്, സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് കരകയറാനായിട്ട് നമ്മുടെ ഇന്ത്യ അഡോപ്റ്റ് ചെയ്ത ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മിക്സഡ് എക്കോണമി ആയിരുന്നു. അപ്പോൾ എന്താണ് മിക്സഡ് എക്കോണമി എന്ന് നിങ്ങൾ മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒരേ സമയം പബ്ലിക് സെക്ടറും അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറും കോ എക്സിസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു കാര്യമാണ് മിക്സഡ് എക്കോണമി എന്ന് പറയുന്നത്. രാജ്യത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പബ്ലിക് സെക്ടറിൻ്റെ കയ്യിലായിരുന്നു, അതായത് ഗവൺമെൻറ്റിൻ്റെ കയ്യിലായിരുന്നു. ഫുഡ് പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സർക്കാരിൻ്റെ കയ്യിലായിരുന്നു. മറ്റു ചില മേഖലകൾ പ്രൈവറ്റുകാർക്കും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പറയുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു എക്കണോമിക് പ്ലാനിങ് ആദ്യം മുതലേ കൊണ്ടുവന്നിരുന്നു. സത്യം പറഞ്ഞാൽ ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുന്നേ തന്നെ നമുക്ക് എക്കണോമിക് പ്ലാനിങ് ഉണ്ടായിരുന്നു. എക്കണോമിക് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, വരാൻ പോകുന്ന വർഷങ്ങളിൽ നമ്മൾ എന്തൊക്കെയാണ് അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ എക്കണോമിക് ഗോൾ നമ്മൾ സെറ്റ് ചെയ്യും. ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഇതാണ് എക്കണോമിക് പ്ലാനിങ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സുകൾ ഉപയോഗിച്ചിട്ട്, നമ്മുടെ കയ്യിലുള്ള മാൻ പവർ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഒരു ടാർഗറ്റ് മനസ്സിൽ കണ്ടിട്ട് അത് അച്ചീവ് ചെയ്യാൻ നോക്കുന്ന പരിപാടിയാണ് നമ്മൾ എക്കണോമിക് പ്ലാനിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് എക്കണോമിക് പ്ലാനിങ്? എക്കണോമിക് പ്ലാനിങ് ഈസ് ദ പ്രിപ്പറേഷൻ മെയ്ഡ് ടു അച്ചീവ് ദ മെയിൻ എക്കണോമിക് ഗോൾസ് ഓഫ് എ സൊസൈറ്റി ബൈ യൂട്ടിലൈസിങ് അവൈലബിൾ റിസോഴ്സസ്. അപ്പോൾ കയ്യിലുള്ള അവൈലബിൾ റിസോഴ്സുകൾ ഉപയോഗിച്ചിട്ട് എക്കണോമിക് ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സ്റ്റെപ്സ് അല്ലെങ്കിൽ പ്ലാനിങ്ങിനെയാണ് നമ്മൾ എക്കണോമിക് പ്ലാനിങ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു അവർ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു, പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് യൂട്ടിലൈസിങ് ദ ഡൈവേഴ്സ് റിസോഴ്സസ്. സയൻറ്റിഫിക്കലി നമ്മുടെ കയ്യിലുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സിനെ എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. ഹ്യൂമൻ പൊട്ടൻഷ്യലിനെയും സ്കില്ലിനെയും യൂട്ടിലൈസ് ചെയ്യുക. അങ്ങനെ എന്ത് ചെയ്യുക, ഒരു കോംപ്രഹെൻസീവ് മാനറിൽ ഈ പരിപാടി ചെയ്തെടുത്താൽ ഇതിനെയാണ് നമ്മൾ എക്കണോമിക് പ്ലാനിങ് അല്ലെങ്കിൽ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെ പോയിന്റ് ഓർത്ത് വയ്ക്കേണ്ടത്? ഒന്ന്, ഇന്ത്യയിൽ ഒരു മിക്സഡ് എക്കോണമി ആയിരുന്നു. ഇന്ത്യ ഈ പറയുന്ന പ്ലാനുകളെല്ലാം അല്ലെങ്കിൽ ഇന്ത്യ ഈ പറഞ്ഞ എക്കണോമിക്കലി മുന്നിലേക്ക് വരാൻ വേണ്ടിയിട്ട് എക്കണോമിക് പ്ലാനിങ് നടത്തിയിട്ടുണ്ടായിരുന്നു. എക്കണോമിക് പ്ലാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സ്റ്റെപ്സ്. അപ്പോൾ എന്താണ് പ്ലാനിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് യൂട്ടിലൈസിങ് ദ ഡൈവേഴ്സ് റിസോഴ്സസ്, ഹ്യൂമൻ പൊട്ടൻഷ്യൽ ആൻഡ് സ്കിൽസ് ഓഫ് ദ കൺട്രി ഇൻ ദ ബെസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് കോംപ്രിഹെൻസീവ് മാനറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്ലാനിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് നേരത്തെ ഇത് നമുക്ക് ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് ഒക്കെ കിട്ടുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ആ ചരിത്രത്തിലോട്ട് നമുക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എക്കണോമിക് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രിപ്പറേഷൻ മെയ്ഡ് ടു അച്ചീവ് ദ മെയിൻ എക്കണോമിക് ഗോൾ ഓഫ് എ സൊസൈറ്റി ബൈ യൂട്ടിലൈസിങ് ദ അവൈലബിൾ റിസോഴ്സസ്. പറഞ്ഞങ്ങ് പഠിച്ചു വയ്ക്കുക. അപ്പോൾ എന്താണ് എക്കണോമിക് പ്ലാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിപ്പറേഷൻസ് ആണ് എന്തിനു വേണ്ടിയിട്ട്? ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. നെഹ്റു പറയുന്നതനുസരിച്ച് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ അതൊരു സയൻറ്റിഫിക് മെത്തേഡാണ്. അതിലൂടെ നമ്മൾ ഡൈവേഴ്സായ റിസോഴ്സിനെയും ഹ്യൂമൻ പൊട്ടൻഷ്യലിനെയും സ്കില്ലിനെയും കോംപ്രിഹെൻസീവ് മാനറിൽ ഉപയോഗിക്കുന്നു. അങ്ങനെ നമ്മുടെ ഇന്ത്യയുടെ ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ, പ്ലാനിങ്ങിൻ്റെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ, ആദ്യമായിട്ട് ഇത്തരത്തിൽ ഒരു എക്കണോമിക് പ്ലാനിങ് കൊണ്ടുവരുന്നത് എം വിശ്വേശ്വരയ്യ എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ ഇദ്ദേഹമാണ് നമ്മുടെ ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി. മാത്രമല്ല ഇന്ത്യൻ എഞ്ചിനീയറിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഈ പറയുന്ന എം വിശ്വേശ്വരയ്യയാണ്. ഇദ്ദേഹം ഒരു എഞ്ചിനീയറാണ്. ഇദ്ദേഹം മൈസൂരിൻ്റെ ദിവാനായിരുന്നു. നിങ്ങൾ കൃഷ്ണരാജസാഗർ ഡാം എന്ന് ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആ ഡാമിൻ്റെയൊക്കെ എന്താണ് ആർക്കിടെക്റ്റ് എന്ന് പറയുന്നത് ആരാണ്? ആർക്കിടെക്റ്റ് എന്ന് പറയുന്നത് ഇദ്ദേഹമാണ്. അപ്പോൾ ഇദ്ദേഹം കൊണ്ടുവന്നൊരു പ്ലാനാണ് ആദ്യത്തെ പ്ലാൻ 1934. അപ്പോൾ അറിയാലോ, ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ടില്ല. 10 ഇയർ പ്ലാനായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദേശീയ വരുമാനം എന്ന് പറയുന്നത് ഇൻഡസ്ട്രികളുടെ പ്രവർത്തനത്തിലൂടെ ഇരട്ടിയാക്കി എടുക്കുക എന്നുള്ളത് ആയിരുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ രാജ്യം എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു രൂപരേഖ തയ്യാറാക്കുന്നു. അതാണ് ഫസ്റ്റ് 10 ഇയർ പ്ലാൻ. നെക്സ്റ്റ് വരുന്നതാണ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി 1938 ബൈ ജവഹർലാൽ നെഹ്റു. ഇത് കോൺഗ്രസ് പാർട്ടി തുടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നമുക്ക് കുറച്ച് എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വരുന്നു ബോംബെ പ്ലാൻ ഓഫ് 1944, 1944 JRD ടാറ്റ. നമ്മുടെ ഇന്നത്തെ ഈ പറയുന്ന ടാറ്റ ഗ്രൂപ്പ് അറിയാലോ, ടാറ്റ കമ്പനി, അതിൻ്റെയൊക്കെ തുടക്കം, അതിൻ്റെ ഫൗണ്ടറാണ് JRD ടാറ്റ. അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്നാണ് എന്ത് ബോംബെ പ്ലാൻ എന്ന് പറയുന്നത്. അടുത്ത് വരുന്നതാണ് എന്ത് ഗാന്ധിയൻ പ്ലാൻ 44 SN അഗർവാൾ, 45 MN റോയ് കൊണ്ടുവരുന്ന പീപ്പിൾസ് പ്ലാൻ. ഇതെല്ലാം കഴിഞ്ഞിട്ട് 47 നമുക്ക് എന്ത് കിട്ടുന്നു? ഇൻഡിപെൻഡൻസ് കിട്ടുന്നു. അതിനുശേഷം വരുന്നതാണ് എന്ത് പ്ലാനിംഗ് കമ്മീഷൻ 1950 വരുന്നു.
അപ്പോൾ നമുക്ക് ഇത്ര മാത്രമേ ഇവിടെ ടെക്സ്റ്റ് പറയുന്നുള്ളൂ. എങ്കിലും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ കാര്യങ്ങൾ ഇവിടെ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഓരോ പ്ലാനുകളുടെയും ഉദ്ദേശം എന്താണെന്നുള്ളത്. ആദ്യത്തെ 10-year പ്ലാൻ വിശ്വേശ്വരയ്യയുടെ എന്തായിരുന്നു? നാഷണൽ ഇൻകത്തിന് ഡബിൾ ആക്കുക. എങ്ങനെ? ഇൻഡസ്ട്രിയലൈസേഷനിലൂടെ. 38-ലെ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ച്, അല്ലെങ്കിൽ ആ കമ്മിറ്റി പ്രകാരം എന്താണ്? നമ്മുടെ ഇന്ത്യയുടെ എക്കോണമിയെ പറ്റി പഠിച്ചിട്ട് എന്താണ് കോംപ്രിഹെൻസീവായ നാഷണൽ ഡെവലപ്മെൻറ്റ് ഫോം ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ബോംബെ പ്ലാൻ വരുന്നത് 44-ലാണ്. എന്താണ് ഈ പറയുന്ന ഇൻഡസ്ട്രിയലൈസേഷനും സോഷ്യൽ ഡെവലപ്മെൻറ്റും കൊണ്ടുവരിക എന്നുള്ളതാണ് 15 വർഷം കൊണ്ട്. അടുത്ത് ഗാന്ധിയൻ പ്ലാൻ എന്ന് പറയുമ്പോൾ ഗാന്ധിജി പറഞ്ഞത് നമുക്ക് അറിയാമല്ലോ എന്തൊക്കെയാണ്? ഡീസെൻട്രലൈസേഷൻ, അധികാരം എന്ന് പറയുന്നത് സെൻട്രൽ മാത്രമല്ല, അതെന്ത് ചെയ്യണം? എല്ലാവരിലേക്കും എത്തണം. അതായത് അത് ഡീസെൻട്രലൈസ് ചെയ്യണം എന്ന് വെച്ചാൽ കേന്ദ്രം എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാന്നല്ല, സ്റ്റേറ്റുകൾക്കും ഗ്രാമങ്ങൾക്കൊക്കെ പദവി കൊടുക്കണം. അതുപോലെ വില്ലേജ് ബേസ്ഡ് ഡെവലപ്മെൻറ്റ് അല്ലേ, അഗ്രികൾച്ചറും കോട്ടേജ് ഇൻഡസ്ട്രിക്കും സെൽഫ് സഫീഷ്യൻറ്റ് അല്ലെങ്കിൽ സെൽഫ് റിലയൻ്റ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്തെടുക്കുക. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം S.N. അഗർവാൾ എഴുതി തയ്യാറാക്കിയതാണ് ഗാന്ധിയൻ പ്ലാൻ. അതേ കൊല്ലം തന്നെയാണ് ബോംബെ പ്ലാനും വരുന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയലിസ്റ്റായ JRD ടാറ്റ ബോംബെ പ്ലാൻ കൊണ്ടുവന്നു. ഗാന്ധിയനായിട്ടുള്ള S.N. അഗർവാൾ ഗാന്ധിയൻ പ്ലാനും കൊണ്ടുവന്നു. 45-ലാണ് പീപ്പിൾസ് പ്ലാൻ കൊണ്ടുവരുന്നത്. അത് M.N. റോയ്, നമ്മുടെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഒരു നേതാവാണ് M.N. റോയ് എന്ന് പറയുന്നത്. അദ്ദേഹവും എന്താണ് ഗാന്ധിയൻ പ്ലാൻ പോലെ തന്നെയായിരുന്നു. ഡീസെൻട്രലൈസേഷൻ, അതുപോലെ തന്നെ എന്താണ് വില്ലേജുകളെ സെൽഫ് റിലയൻ്റ് ആക്കുക, ലാൻഡ് റിഫോംസ് കൊണ്ടുവരിക, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട, പക്ഷെ പഠിക്കുമ്പോൾ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടേ. പിന്നെ വരുന്നതാണ് പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്. സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവരുന്നു. ഈ പ്ലാനിംഗ് കമ്മീഷൻ അവരുടെ കാര്യങ്ങൾ എങ്ങനെയാണ് നടപ്പിലാക്കിയത്? 5-year പ്ലാനുകളിലൂടെയാണ് നടപ്പിലാക്കിയത്. അപ്പോൾ ജസ്റ്റ് ഫ്ലോ ചാർട്ട് മാത്രമേ ഇവിടെ ഉള്ളൂ, ഞാൻ നിങ്ങൾക്ക് അറിവിലേക്കായിട്ട് പറഞ്ഞു തന്നതാണ്. അപ്പോൾ വർഷവും കാര്യവും നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. തുടങ്ങുന്ന എപ്പോഴാണ്? 34. ആദ്യം 34, 4 കൊല്ലം കഴിയുമ്പോൾ 38, 6 കൊല്ലം കഴിയുമ്പോൾ 44, 44 തന്നെ 2 എണ്ണം, തൊട്ടടുത്ത വർഷം 45, പിന്നെ 5 കൊല്ലം കഴിഞ്ഞ് 50. അപ്പോൾ ആദ്യം 10-year പ്ലാൻ 34, നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി 38, ബോംബെ പ്ലാൻ 44, ഗാന്ധിയൻ പ്ലാൻ 44, പീപ്പിൾസ് പ്ലാൻ 45, പ്ലാനിംഗ് കമ്മീഷൻ 50. അപ്പോൾ ഒന്നുകൂടെ 34, 38, 44, 44, 45, 50. 34 ഏതാണ്? നമ്മുടെ 10-year പ്ലാൻ അല്ലേ, 10-year പ്ലാൻ. 38-ലാണെങ്കിലോ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി. 44 ബോംബെ പ്ലാനും ഉണ്ട്, അതുപോലെ തന്നെ ഗാന്ധിയൻ പ്ലാനും ഉണ്ട്. 45 പീപ്പിൾസ് പ്ലാനാണ് വരുന്നത്. 50 പ്ലാനിംഗ് കമ്മീഷനും നിലവിൽ വന്നു. ഇതാണ് നമ്മുടെ പ്ലാനിങ്ങിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ പ്ലാനിങ് ചരിത്രമൊക്കെ കൊണ്ടുവന്നു. കണ്ടോ, വിശ്വേശ്വരയ്യ ഈസ് കൺസിഡർഡ് ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ്. ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ പിതാവാണ് ആര്? വിശ്വേശ്വരയ്യ. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അടുത്ത് എന്തൊക്കെയാണ് പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്? എന്തൊക്കെയായിരിക്കും? ഏതൊരു പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്താ? വളർച്ച ഉണ്ടാക്കുക, മോഡേണൈസേഷൻ നടക്കുക, സെൽഫ് റിലയൻ്റ് ആക്കുക, ഇക്വിറ്റി കൊണ്ടുവരിക. അപ്പോൾ എന്താണ് ഗ്രോത്ത് എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, നമ്മൾ ഈ 5-year പ്ലാൻ കൊണ്ട് എന്താ അച്ചീവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഒബ്ജക്റ്റീവ്സ് നമുക്കുണ്ട്. ഈ ഒബ്ജക്റ്റീവുകൾ ഓരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഓരോ വർഷങ്ങളിൽ അല്ലെങ്കിൽ 5-5 കൊല്ലം കൂടുമ്പോൾ നമുക്ക് നടത്തിക്കൊണ്ടുവരണം. ആ ഒബ്ജക്റ്റീവ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണത്? ഒന്ന് ഗ്രോത്ത്, അതായത് നമ്മുടെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യുക? വർദ്ധിപ്പിക്കുക. മോഡേണൈസേഷൻ, അതായത് പുതിയ ടെക്നോളജികളും ഐഡിയകളും കൊണ്ടുവന്ന് മാറ്റങ്ങൾ കൊണ്ടുവരിക. സെൽഫ് റിലയൻ്റ്, മറ്റു വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ ഫോറിൻ ഡിപ്പെൻഡൻസി മാക്സിമം എന്ത് ചെയ്യുക? കുറയ്ക്കുക. സ്വന്തമായി നമ്മൾ കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ പഠിക്കുക. ഇക്വിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ബേസിക് നീഡ്സ് എല്ലാവരിലേക്കും ഫെയർ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതായത് ഈക്വലായിട്ട് എന്ത് ചെയ്യുന്നു? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക സാധനങ്ങളെല്ലാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ 1950 പ്ലാനിംഗ് കമ്മീഷൻ വരുന്നതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ ഒബ്ജക്റ്റീവുകളൊക്കെ നടത്തിയെടുത്ത് എന്തിലൂടെയാണ്? 5-year പ്ലാനിലൂടെയാണ്. നമ്മുടെ USSR എന്ന് പറയുന്ന രാജ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ USSRൻ്റെ മോഡലിൽ നിന്നാണ് നമ്മൾ 5-year പ്ലാൻ കൊണ്ടുവരുന്നത്. ഈ 5-year പ്ലാൻ നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവന്നതിന് പിന്നിലുള്ള വ്യക്തിയാണ് ഈ കാണുന്ന PC മെഹലനോബിസ്, ആർക്കിടെക്ട് ഓഫ് ദ 5-year പ്ലാൻ ഓഫ് ഇന്ത്യ. ഓക്കെ, ഇദ്ദേഹം ഒരു എക്കണോമിസ്റ്റാണ്. ഇദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്? ആദ്യത്തെ 5-year പ്ലാൻ അല്ലെങ്കിൽ 5-year പ്ലാനുകളുടെ ശില്പി. അങ്ങനെയുള്ളൊരു പ്ലാനിംഗ് കമ്മീഷൻ 1950 നിലവിൽ വന്നതെന്ന് പറഞ്ഞു. അതിൽ ആരൊക്കെ ഉണ്ടാകും? ഒരു ചെയർമാൻ ഉണ്ടാകും. അതായത് ഇപ്പോൾ ഫസ്റ്റ് 5-year പ്ലാൻ നമ്മൾ മുന്നേ പഠിച്ചതാണ്, നിങ്ങൾക്ക് ഓർമ്മയില്ലേ? കൃഷിക്കാണ് നമ്മളവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഡാമുകളുടെ നിർമ്മാണം വേണം. അപ്പോൾ ഇതൊക്കെ തീരുമാനിക്കുന്ന ഒരു ആൾക്കാരുണ്ടാവുമല്ലോ, ആ പറയുന്ന ഗ്രൂപ്പിനാണ് നമ്മൾ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്.
ആ പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരിക്കും? പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. ഒരു വൈസ് ചെയർമാൻ ഉണ്ട്. പിന്നെ എന്താണ്? നോമിനേറ്റഡ് മെമ്പേഴ്സ് ഫ്രം ദ സെൻട്രൽ ക്യാബിനറ്റ്. സെൻട്രൽ ക്യാബിനറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് മന്ത്രിമാരിൽ നിന്ന് നോമിനേറ്റ് ചെയ്ത ആൾക്കാർ. അങ്ങനെ 51 നമ്മൾ ഒന്നാമത്തെ 5 ഇയർ പ്ലാൻ എന്ത് ചെയ്തു? ഇംപ്ലിമെൻറ്റ് ചെയ്തു. പ്ലാനിംഗ് കമ്മീഷൻ 50 വന്നു. അടുത്ത കൊല്ലം എന്ത് പറ്റി? ഫസ്റ്റ് 5 ഇയർ പ്ലാൻ കൊണ്ടുവന്നു. പിന്നെ അങ്ങോട്ട് പോയി എല്ലാ വർഷവും 5 ഇയർ പ്ലാൻ ആയിരുന്നില്ല, ഇടയ്ക്ക് റോളിംഗ് പ്ലാനൊക്കെ വരുന്നുണ്ട്. തൽക്കാലം നമുക്ക് ബുക്കിലുള്ള മാത്രം പഠിച്ചാൽ മതി. ഇത് നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1951 ഈ പറഞ്ഞ ഫസ്റ്റ് പ്ലാൻ വന്നത് തൊട്ട് 2014 വരെ നമ്മൾ ഈ പറഞ്ഞ എക്കണോമിക് പ്ലാനിങ് നോക്കിക്കൊണ്ടിരുന്ന ആരായിരുന്നു? പ്ലാനിംഗ് കമ്മീഷനായിരുന്നു. 2014 ശേഷം BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പ്ലാനിംഗ് കമ്മീഷനെ മാറ്റിയിട്ട് പുതിയൊരു രീതി കൊണ്ടുവന്നു. അതിൻ്റെ പേരാണ് നീതി ആയോഗ്. എന്താണ് നീതി ആയോഗ് എന്ന് വെച്ചാൽ? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ. ഇന്ത്യയെ മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന രീതിയിൽ പുതിയൊരു സെറ്റപ്പ് കൊണ്ടുവരുന്നു. അതായത് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷനെ മാറ്റിയിട്ട് നീതി ആയോഗ് എന്ത് ചെയ്യുന്നു? വരുന്നു. അപ്പോൾ 1950 പ്ലാനിംഗ് കമ്മീഷൻ വരുന്നു. ഒബ്ജക്റ്റീവ്സ് എന്താണ്? ഗ്രോത്ത്, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ് ആൻഡ് ഇക്വിറ്റി. ഇത് എത്ര കാലം ഉണ്ടായിരുന്നു? 14 വരെ ഉണ്ടായിരുന്നു അല്ലേ? 14 വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കാര്യങ്ങൾ നോക്കുന്നത് നീതി ആയോഗാണ്. 14 വരെ ഉണ്ടായിരുന്ന പ്ലാനിംഗ് കമ്മീഷനിൽ ഒരു ചെയർമാനും വൈസ് ചെയർമാനും നോമിനേറ്റഡ് മെമ്പേഴ്സുമാണ് ഉണ്ടായിരുന്നത്. അടുത്ത നീതി ആയോഗിലോട്ട് വരാം. അപ്പോൾ നീതി ആയോഗ് എപ്പോഴാണ് വരുന്നത്? 14 എന്ന് പറയുമ്പോൾ പ്ലാനിങ് കഴിഞ്ഞ് 2015 ജനുവരി മാസം 1-ാം തീയതിയാണ് നീതി ആയോഗ് എന്ത് ചെയ്യുന്നത്? നിലവിൽ വരുന്നത്. ആരെ റീപ്ലേസ് ചെയ്തുകൊണ്ട്? പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ട്. എയിം എന്തായിരുന്നു? ഇന്ത്യയെ മാറ്റിയെടുക്കുക. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ മാറ്റങ്ങൾ? നമുക്ക് ആദ്യം ഒരു ചെയർമാൻ, ഒരു വൈസ് ചെയർമാൻ, അത് കഴിഞ്ഞിട്ട് എന്താണ്? കൗൺസിലിൽ നിന്നുള്ള നോമിനേറ്റഡ് മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് കുറച്ചുകൂടെ എന്ത് ചെയ്തു? വിപുലീകരിച്ചു. ചെയർമാൻ ഇപ്പോഴും പ്രൈം മിനിസ്റ്റർ തന്നെയാണ്. വൈസ് ചെയർമാനെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ എന്ത് ചെയ്യും? നോമിനേറ്റ് ചെയ്യും. അതിനോടൊപ്പം അതിൽ എല്ലാ സ്റ്റേറ്റുകളിലെയും ചീഫ് മിനിസ്റ്റർമാരും യൂണിയൻ ടെറിട്ടറിയിലെ ലെഫ്റ്റനന്റ് ഗവർണർമാരെയും ഉൾപ്പെടുത്തി. മാത്രമല്ല 2 പാർട്ട് ടൈം മെമ്പേഴ്സ് ഉണ്ട്, 4 നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് ഉണ്ട്. മാത്രമല്ല ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഉണ്ട്, CEO-യും ഉണ്ട്. ഓക്കെ. ഇനി 4 സെൻട്രൽ മിനിസ്റ്റേഴ്സും അതുപോലെ തന്നെ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സിനെയും നമ്മുടെ പ്രൈം മിനിസ്റ്റർ എന്ത് ചെയ്യും? നോമിനേറ്റ് ചെയ്യും. അപ്പോൾ മെമ്പേഴ്സിൻ്റെ എണ്ണം കൂടി, അതായത് സ്റ്റേറ്റുകളെയൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടുപോകും. അപ്പോൾ നല്ലൊരു കാര്യമാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ 50 വന്ന പ്ലാനിംഗ് കമ്മീഷൻ 50 വന്നു. 51 ഞാൻ പറഞ്ഞത് ഫസ്റ്റ് പ്ലാനിംഗ് കമ്മീഷൻ ഇംപ്ലിമെൻ്റ് ആയതാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ഇംപ്ലിമെൻ്റ് ചെയ്തതാണ്. അപ്പോൾ 1950 തൊട്ട് 2014 വരെ എന്താണ്? പ്ലാനിംഗ് കമ്മീഷനാണ് ഉണ്ടായിരുന്നത്. 2014 ശേഷം 2015 ജനുവരി മുതൽ എന്ത് വന്നു? നീതി ആയോഗ് വന്നു. ഈ നീതി ആയോഗിൻ്റെ പ്രത്യേകത എന്താണ്? പ്ലാനിംഗ് കമ്മീഷനെ പോലെയുള്ള സ്ട്രക്ചറിൽ തന്നെ വ്യത്യാസമുണ്ട്. അതായത് നേരത്തെ വെറും 4 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ ഉണ്ട്, വൈസ് ചെയർമാൻ ഉണ്ട്, എല്ലാ സ്റ്റേറ്റിലെയും ചീഫ് മിനിസ്റ്റർമാരും എല്ലാ യൂണിയൻ ടെറിട്ടറിയിലെയും ലെഫ്റ്റനന്റ് ഗവർണർമാരും ഉണ്ട്. അതുപോലെ തന്നെ പാർട്ട് ടൈം മെമ്പേഴ്സ് ഉണ്ട്, നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് ഉണ്ട്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ട്, സെൻട്രൽ മിനിസ്റ്റർമാരും ഒക്കെ ഉണ്ട്. ഇതെല്ലാം പ്രൈം മിനിസ്റ്ററിൻ്റെ കയ്യിലാണ് എന്നുള്ളതാണ് വേറൊരു കാര്യം. അടുത്ത പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ്. നേരത്തെ ഒബ്ജക്റ്റീവ് പറഞ്ഞില്ലേ? ഗ്രോത്ത്, മോഡേണൈസേഷൻ. അതുപോലെ നീതി ആയോഗിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ക്രിയേറ്റ് എ വിഷൻ ഫോർ ഇന്ത്യാസ് ഡെവലപ്മെൻറ്റ് പ്രയോറിറ്റീസ് ആൻഡ് പ്ലാൻ അല്ലേ? ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ് പ്രയോറിറ്റീസിന് ഒരു വിഷൻ കൊടുക്കുക. ടു പ്രൊമോട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇൻക്ലൂസീവ് ഗ്രോത്ത് അല്ലേ? സുസ്ഥിര വികസനവും എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഗ്രോത്ത്. അതാണ് ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് വെച്ചാൽ ഒരു സ്ഥലത്തിനോ ഒരു മേഖലയ്ക്കോ അല്ല, എല്ലാവരെയും കൂടെ കൂട്ടിയുള്ള ഗ്രോത്ത്. ടു പ്രൊമോട്ട് എക്കണോമിക് ഗ്രോത്ത് ത്രൂ ഇന്നൊവേഷൻ, എൻ്റർപ്രണർഷിപ്പ് ആൻഡ് ജോബ് ക്രിയേഷൻ അല്ലേ? കണ്ടുപിടുത്തങ്ങളിലൂടെ പുതിയ എൻ്റർപ്രണർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സംരംഭകത്വം എന്ന് വെച്ചാൽ എന്താ? പുതിയ ബിസിനസ് തുടങ്ങുന്നതിലൂടെ, അതിലൂടെ ജോലി ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കുക. കൊളാബറേറ്റ് വിത്ത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആൻഡ് കൺട്രീസ് ടു ലിവറേജ് ഗ്ലോബൽ ഡൈവേഴ്സിറ്റി ആൻഡ് റിസോഴ്സസ് അല്ലേ? നമ്മുടെ രാജ്യത്ത് തന്നെ നിൽക്കാതെ വിദേശത്ത് പോയിട്ട്, അല്ലെങ്കിൽ വിദേശത്തുള്ള ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസുമായിട്ട് എന്ത് ചെയ്യുക? പാർട്ട് അല്ലെ അവരുടെ കൂടെ കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യുക. ടു ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെൻറ്റ് സ്ട്രാറ്റജിക് ആൻഡ് ലോങ് ടേം പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് അല്ലേ? ലോങ് ടേം പോളിസികളും പ്രോഗ്രാംസും എന്ത് ചെയ്യുക? ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. നീതി ആയോഗിന് പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഒന്ന്, ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റൽ പ്രയോറിറ്റീസ് മനസ്സിലാക്കിക്കൊണ്ട് പ്ലാനുകൾ ഉണ്ടാക്കിയെടുക്കുക. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റും ഇൻക്ലൂസീവ് ഗ്രോത്തും കൊണ്ടുവരിക. എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കുക. എന്തിലൂടെ? ഇന്നൊവേഷനിലൂടെ, എൻ്റർപ്രണർഷിപ്പിലൂടെ, ജോബ് ക്രിയേഷനിലൂടെ, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുക. അതുപോലെ ലോങ് ടേം പോളിസീസ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അടിസ്ഥാനമാണ്, നിങ്ങൾക്ക് ഓർമ്മയിരിക്കുന്ന കാര്യങ്ങളാണ്. ഇനിയാണ് ഇവിടുത്തെ മെയിൻ കാര്യം വരാൻ പോകുന്നത്. അപ്പോൾ നീതി ആയോഗ് ഫുൾ ഫോം എന്താണ്?
നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ ജനുവരി 1 വരുന്നത്. എന്തായിരുന്നു? ഇന്ത്യയുടെ എക്കണോമിക് ആയിട്ടുള്ള സോഷ്യൽ വെൽഫെയർ അതുപോലെ ഇൻഫ്രാസ്ട്രക്ചറിൽ മാറ്റം കൊണ്ടുവരിക. ഇത് അതിൻ്റെ സ്ട്രക്ചറാണ്. അതിന് വീണ്ടും പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഒബ്ജക്റ്റീവ്സും ജസ്റ്റ് നോക്കി വയ്ക്കുക. ഇനിയാണ് കാര്യം. നമ്മുടെ ഇന്ത്യയിൽ ആദ്യം പറഞ്ഞല്ലോ, ഈ പറയുന്ന 1950 പ്ലാനിംഗ് കമ്മീഷൻ വരുമ്പോഴത്തേക്കും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രധാനമായിട്ടും എന്തിനാണ്? പബ്ലിക് സെക്ടറാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ മിക്സഡ് എക്കോണമി അല്ലേ? അതെ, മിക്സഡ് എക്കോണമിയാണ്. അവിടെ പ്രൈവറ്റ് ഉണ്ടെങ്കിലും അധികാരങ്ങൾ കൂടുതലും പബ്ലിക് സെക്ടറിൻ്റെ കയ്യിലായിരുന്നു. അതായത് കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റാണ് കൺട്രോൾ ചെയ്യുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. നിങ്ങൾ ഈ ഒരു ഞാൻ പറയുന്ന 1991 അല്ലെങ്കിൽ 2000 മുന്നേ വരെയുള്ള നമ്മുടെ മലയാള സിനിമയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കവിടെ പ്രധാനമായിട്ടും കാണാൻ പറ്റുന്ന കാർ ഏതായിരിക്കും? അപ്പോൾ നിങ്ങൾ പറയും അംബാസിഡർ ആയിരിക്കും. കൂടിപ്പോയി കഴിഞ്ഞാൽ കോണ്ടസ് കാണാൻ പറ്റും. ഇനി കാശുകാരൻ്റെ കയ്യിൽ ചിലപ്പോൾ വലിയ ബെൻസും കാണും. ഈ വണ്ടികളൊക്കെ കാണുള്ളൂ. എന്നാൽ 2000 ശേഷം ഇറങ്ങിയ സിനിമകൾ നോക്കിയാൽ നമുക്ക് പല വെറൈറ്റി വണ്ടികളാണ് നമ്മുടെ നാട്ടിലുള്ളത്, അല്ലേ? അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഈ ഒരു ചെറിയ കാലഘട്ടം, അതായത് കറക്റ്റ് പറഞ്ഞാൽ 1991 ശേഷവും 1991 മുന്നും നമ്മുടെ ഇന്ത്യ ഡിഫറൻ്റ് ആയിട്ടുള്ള 2 സിറ്റുവേഷൻസിലായിരുന്നു. അപ്പോൾ ഈ 91 എന്ത് സംഭവിച്ചു? അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അന്ന് വരെ 91 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ആരാണ്? PV നരസിംഹറാവു ആണ് പ്രൈം മിനിസ്റ്റർ. അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആണ് പിന്നീട് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള മൻമോഹൻ സിംഗ്. അപ്പോൾ ഈ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന ഫിനാൻസ് മിനിസ്റ്ററിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യ മാത്രമല്ല ലോകത്ത് മുഴുവൻ സാമ്പത്തിക മാന്ദ്യം ഉണ്ടായി, എക്കണോമിക് ക്രൈസിസ് ഉണ്ടായി. അപ്പോൾ ഈ എക്കണോമിക് ക്രൈസിസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു നയം കൊണ്ടുപോകും. ആ നയത്തിൻ്റെ പേരാണ് എക്കണോമിക് റിഫോംസ് ഓഫ് 1991, അല്ലെങ്കിൽ നമ്മളിതിനെ ന്യൂ എക്കണോമിക് പോളിസി എന്നും പറയും. അതായത് അന്ന് വരെ നമ്മുടെ ഇന്ത്യയിൽ ഒരു പുതിയ ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ ബിസിനസ് നടത്തിക്കൊണ്ട് പോകാനോ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. എല്ലാത്തിനും ലൈസൻസ് ആവശ്യമാണ്, പെർമിറ്റ് ആവശ്യമാണ്, കോട്ട വേണം. എന്ന് വെച്ചാൽ പല കാര്യങ്ങളിലും ഇപ്പോൾ വാഹനം നിർമ്മിക്കാനായിക്കോട്ടെ, ഫുഡിൻ്റെ മേഖലയായിക്കോട്ടെ, വിദേശത്തു നിന്നുള്ളൊരു കമ്പനിക്ക് ഇന്ത്യയിലോട്ട് വരാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് പെർമിറ്റും ഗവൺമെൻറ്റിൻ്റെ സാങ്ഷനും ഒക്കെ ഉണ്ടെങ്കിൽ തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ നോർമലി ആരും ഇങ്ങോട്ട് വരത്തില്ല. മാത്രമല്ല നമ്മൾ ഇമ്പോർട്ട് ഡ്യൂട്ടിയൊക്കെ ഭയങ്കര കൂടുതലായിരുന്നു. വിദേശത്തു നിന്നൊരു സാധനം ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ ഒരുപാട് ടാക്സ് ഗവൺമെൻറ്റിന് കൊടുക്കണം. അപ്പോൾ അതൊന്നും ലാഭകരമായിട്ടൊരു കാര്യമായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് തന്നെയാണ് ഒരു തരത്തിൽ സോഷ്യലിസത്തിൻ്റെ ഒക്കെ അല്ലേ, നമ്മൾ സോഷ്യലിസ്റ്റ് എക്കോണമിയിലൊക്കെ പഠിച്ച പോലെ ഗവൺമെൻറ് തന്നെയാണ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്തത്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? LPQ എന്ന് പറയുന്നത്, ലൈസൻസ്, പെർമിറ്റ്, കോട്ടാസ് ആയിരുന്നു. അതായത് പ്രൈവറ്റ് സെക്ടർ വാസ് കൺട്രോൾഡ് ത്രൂ ലൈസൻസ്, പെർമിറ്റ് ആൻഡ് കോട്ട എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറവായിരുന്നു, വിദേശത്തു നിന്നുള്ള കമ്പനികൾ കുറവായിരുന്നു. അതായത് എല്ലാം സർക്കാരിൻ്റെ കയ്യിൽ മാത്രം. അതായത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, പ്രൈവറ്റ് ആശുപത്രികളില്ല, സർക്കാർ ആശുപത്രി അതായത് ഉണ്ടെങ്കിൽ വളരെ ചെറുത് മാത്രം, സർക്കാർ സ്കൂളുകൾ മാത്രം. അപ്പോൾ എല്ലാം സർക്കാരിലോട്ട് പോയപ്പോൾ പറ്റിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള പട്ടിണിയും പ്രശ്നങ്ങളൊക്കെ മാറിയെങ്കിലും ഒരു വളർച്ച നമുക്ക് കൈവരിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് ഓൾറെഡി ചിന്തകളും സംസാരങ്ങളും ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ 91 കാലഘട്ടത്തിൽ ഒരു വലിയ എക്കണോമിക് ഡിപ്രഷൻ ഉണ്ടായി. അത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഫുള്ള് കടക്കെണിയിലോട്ട് എത്തി എന്ന് വേണം പറയാൻ. അതായത് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ റിഫോംസ് കൊണ്ടുവരേണ്ടി വന്നത്? ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ഇന്ത്യ ടു ദ എക്കണോമിക് റിഫോംസ് നമുക്ക് നോക്കാം. 1, എക്കണോമിക് ക്രൈസിസ് ഓഫ് ഇന്ത്യ കോസ്ഡ് ബൈ ഹൈ ഫിസിക്കൽ ഡെഫിസിറ്റ് ആൻഡ് ഡിക്ലൈൻ ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്. അതായത് നമ്മൾ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വരവിനേക്കാൾ കൂടുതൽ ചിലവാണ്. ഫിനാൻഷ്യലി നമ്മൾ ഡെറ്റിലാണെന്ന് വെച്ചാൽ നമുക്ക് ഓരോ വർഷത്തെ ബഡ്ജറ്റ് എടുക്കുമ്പോഴും നമ്മുടെ വരവിനേക്കാൾ കൂടുതൽ നമുക്ക് ചിലവാണ്. അതായത് നമ്മൾ കടം വാങ്ങിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എന്ന് പറഞ്ഞാൽ ഡിക്ലൈൻ സംഭവിച്ചു. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ രൂപയുടെ മൂല്യം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ഫോറിൻ എക്സ്ചേഞ്ച് റിസർവുമായിട്ട് ബന്ധമുണ്ട്. അതായത് രൂപയുടെ മൂല്യം അങ്ങ് കുത്തനെ ഇടിഞ്ഞു, നമ്മുടെ രൂപയ്ക്ക് ഒരു വിലയില്ലാട്ടായി. എന്ന് വെച്ചാൽ വേറൊരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വിദേശത്ത് നിന്ന് പല സാധനങ്ങളും വാങ്ങേണ്ട ആവശ്യമുണ്ട്. പെട്രോൾ ആയിക്കോട്ടെ, സ്വർണ്ണം ആയിക്കോട്ടെ. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നമ്മൾ വിദേശ നാണ്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ RBIയുടെ ഫംഗ്ഷൻ പഠിച്ചപ്പോൾ പറഞ്ഞു അല്ലേ, കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. അപ്പോൾ ഈ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു സമയം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിദേശത്ത് നിന്ന് പെട്രോളോ ഒന്നും വാങ്ങാനുള്ള കാശ് പോലും ഇല്ലാത്ത ഒരു ഗവൺമെൻറ്റായി നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് മാറിക്കൊണ്ടിരുന്നു. അത് ഒന്നാമത്തെ റീസൺ. ഇതാണ് മെയിൻ റീസൺ. അടുത്ത രണ്ടാമത്തെ റീസൺ ഇൻഎഫിഷ്യൻസി ഓഫ് ദ പബ്ലിക് സെക്ടർ. അത് ഞാൻ പറഞ്ഞല്ലോ അല്ലേ, എല്ലാം ഗവൺമെൻറ്റിൻ്റെ കയ്യിലാവുമ്പോൾ നമുക്കറിയാം ഗവൺമെൻറ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുമെങ്കിലും ഒരു ക്വാളിറ്റിയുടെ ഇഷ്യൂ എല്ലായിടത്തും വരും അല്ലേ. കാരണം സ്വന്തം ഒരു കമ്പനി നടത്തിക്കൊണ്ട് പോകുന്ന പോലെ ഒരിക്കലും
സർക്കാർ ഉദ്യോഗസ്ഥർക്കോ സർക്കാരിനോ ഒരു കമ്പനി നടത്തിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. അവിടെ അഴിമതി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊരു ഇൻഎഫിഷ്യൻ്റാണ്. നിങ്ങൾ സർക്കാർ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് പറ്റും. അടുത്ത് ചേഞ്ചസ് ഇൻ ദ വേൾഡ് മാർക്കറ്റ്, അതായത് ആർഗ്യുമെൻ്റ് ഇൻ ദ ഫേവർ ഓഫ് ദ ഫ്രീ മാർക്കറ്റ്, അതായത് നമ്മുടെ മാർക്കറ്റ് റെഗുലേഷൻസ് വരുന്നു. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് വരെ നമുക്ക് പറഞ്ഞല്ലോ അതായത് ഈ വേൾഡ് ബാങ്ക് അതുപോലെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ പോലെയുള്ള ഓർഗനൈസേഷൻസ് രാജ്യങ്ങൾ നിർബന്ധിക്കാൻ തുടങ്ങി. അതായത് നിങ്ങൾ ഈ വിദേശത്ത് നിന്നുള്ള ഫണ്ടൊക്കെ ഇങ്ങോട്ട് വരുന്നു അല്ലെങ്കിൽ എക്സ്പോർട്ടിന് തടയുന്ന ആ നിയമങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, എടുത്ത് മാറ്റിയിട്ട് മാർക്കറ്റുകളെ ഓപ്പൺ ആക്കണം. അതായത് വിദേശത്തുള്ള കമ്പനികൾക്കും നമ്മുടെ നാട്ടിലുള്ളവർക്കും ഒരുമിച്ച് ഒരു മാർക്കറ്റിൽ കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ ഫ്രീ മാർക്കറ്റ് കൊടുക്കണം എന്ന ചർച്ചകൾ ഇങ്ങനെ ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അടുത്ത 4, എക്കണോമിക് ക്രൈസിസ് കോസ്ഡ് ബൈ ദ ഗൾഫ് വാർ. അതായത് ഗൾഫ് വാർ അറിയാലോ, നമ്മുടെ സദ്ദാം ഹുസൈൻ്റെ ഇറാഖല്ലേ, അതെ ഇറാഖ് എന്ത് ചെയ്യുന്നു, കുവൈറ്റിന് പെട്ടെന്നൊരു രാത്രി കയറി അറ്റാക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഗൾഫ് വാർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗൾഫ് വാർ, കുവൈറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ എണ്ണയുടെ ക്യാപിറ്റലാണ്, അല്ലെ ഇവിടുന്നാണ് ഓയിൽ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളൊന്നാണ്, സൗദി പോലെ. അപ്പോൾ ഈ കുവൈറ്റിൽ യുദ്ധം നടന്നത് അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ ഫ്യൂവലിൻ്റെ കാര്യത്തിലൊക്കെ വലിയ പ്രതിസന്ധിയൊക്കെ ഉണ്ടായി. അങ്ങനെ അതൊരു വശത്ത് പ്രശ്നങ്ങൾക്ക് കാരണമായി. 5, എക്കണോമിക് ഗ്രോത്ത് ഇൻ ദ ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് ത്രൂ ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ലിബറലൈസേഷൻ. നമ്മുടെ ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് ആയിട്ടുള്ള ചൈന അതുപോലെ തന്നെ ജപ്പാൻ പോലെയുള്ള രാജ്യങ്ങളൊക്കെ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും അവർ ഈ പറയുന്ന ലിബറലൈസേഷൻ കൊണ്ടുവന്നതിലൂടെ, എന്ന് വെച്ചാൽ കമ്പനി പ്രൈവറ്റ് സ്ഥാപനങ്ങളൊക്കെ തുടങ്ങാനായിട്ടുള്ള നൂലാമാലകളൊക്കെ അവരൊന്ന് കുറച്ചു കൊടുത്തു, കുറച്ച് ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ എന്ത് പറ്റി, അങ്ങനത്തെ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവിടത്തെ രാജ്യങ്ങൾ, ഉദാഹരണം ചൈന ഒരു സമയത്ത് ഒന്നുമില്ലാത്ത ഇന്ത്യയേക്കാൾ 49 എന്ത് ചെയ്യുന്നത്, ചൈന റിപ്പബ്ലിക് ആകുന്നത്. ഓക്കെ, നമ്മൾ 47 കഴിഞ്ഞിട്ട് ചൈനയായി. പക്ഷേ ഈ ചൈന അന്ന് ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് അല്ലേ. ജപ്പാനൊക്കെ കയറിയേക്ക് ജപ്പാനൊക്കെ കിട്ടില്ല ഞങ്ങൾ. പക്ഷെ പെട്ടെന്ന് ചൈന എന്ത് ചെയ്തു, ഒരു വൻ എക്കണോമിക് ശക്തിയായിട്ട് മാറി. എന്തുകൊണ്ടാണ്, അവിടെ ഈ പറയുന്ന മാനുഫാക്ചറിങ്ങും പ്രൊഡക്ഷനും ഒക്കെ കൂട്ടിയതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ തൊട്ടടുത്ത രാജ്യം വലുതാകുമ്പോൾ നമുക്ക് തോന്നത്തില്ല നമുക്ക് അതുപോലെ ചെയ്ത് രക്ഷപ്പെടാമെന്ന്. അത് അടുത്ത 6ാമത് വരുന്നതാണ് കണ്ടീഷൻസ് ഇമ്പോസ്ഡ് ബൈ ദ വേൾഡ് ബാങ്ക് ആൻഡ് IMF. നിങ്ങളിവിടെ കണ്ടോ, നമ്മൾ ഡെഫിസിറ്റിലാണ്, നമ്മൾ കടത്തിലാണ്. നമ്മൾ എവിടുന്നാണ് കടം വാങ്ങുന്നത്? പ്രധാനമായിട്ട് നമ്മൾ കടം വാങ്ങുന്ന 2 സ്ഥാപനങ്ങളാണ്, വേൾഡ് ബാങ്കും അതുപോലെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടായിട്ടുള്ള IMF. അപ്പോൾ ഇവരിൽ നിന്ന് കടം വാങ്ങിച്ചപ്പോഴത്തേക്കും അവരുടേതായിട്ടുള്ള കുറേ കണ്ടീഷൻസ് എന്ത് ചെയ്യാൻ തുടങ്ങി, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പറയാൻ തുടങ്ങി. നിങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, ഇന്ന മേഖലകളിൽ നിങ്ങൾ പ്രൈവറ്റൈസേഷൻ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ട് നിർബന്ധിച്ചു. അപ്പോൾ ഈ നിർബന്ധങ്ങൾക്കൊക്കെ വഴങ്ങി അല്ലെങ്കിൽ ഈ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി അന്ന് അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന നമ്മുടെ മൻമോഹൻ സിംഗ് എന്ത് ചെയ്യുന്നു, പുതിയ സാമ്പത്തിക നയം കൊണ്ടുവരുന്നു. പുതിയ സാമ്പത്തിക നയം കൊണ്ടുവരുന്നതിനകത്ത് പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് വരുന്നത്. വേറൊന്നുമല്ല, ഇന്ത്യൻ എക്കോണമിയെ ലിബറലൈസ് ചെയ്യുക. എന്ത് ചെയ്യുക, ലിബറലൈസ് ചെയ്യുക. പ്രൈവറ്റ് സെക്ടറിനെ എന്ത് ചെയ്യുക, വളർത്തുക. നമ്മുടെ മാർക്കറ്റിനെ ഓപ്പൺ ആക്കി കൊടുത്ത് ഒരു ഗ്ലോബൽ മാർക്കറ്റ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട റിഫോംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം പറഞ്ഞല്ലോ പ്രൈവറ്റ് കമ്പനികളൊക്കെ തുടങ്ങുക എന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. സോ ടു ലിബറലൈസ് ദ ഇന്ത്യൻ എക്കോണമി ആൻഡ് ഓപ്പൺ ഇറ്റ് ടു ദ വേൾഡ് എക്കോണമി. ഇന്ത്യൻ എക്കോണമി ലിബറലൈസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മുതൽ വിദേശത്തുള്ള കമ്പനികൾക്ക് നമ്മുടെ നാട്ടിൽ വരാം, സ്ഥാപനം തുടങ്ങാം, സ്ഥാപനം നടത്താം, സാധനങ്ങൾ വിൽക്കാം. ടു ഡീറെഗുലേറ്റ് ദ പ്രൈവറ്റ് സെക്ടർ. അതായത് കണ്ടല്ലോ നേരത്തെ സാങ്ഷൻസും അല്ലേ ഭയങ്കര നൂലാമാലയാണ്, അതൊക്കെ അങ്ങ് ലിബറലാക്കി കൊടുത്തു. ടു റെഡ്യൂസ് ദ ഗവൺമെൻറ് റെഗുലേഷൻസ് ഇൻ വേരിയസ് സെക്ടർ. അല്ലെ ഗവൺമെൻറ്റിൻ്റെ റെഗുലേഷൻസ് പല സെക്ടറുകളിൽ നിന്ന് മാറ്റി. അതായത് ഇപ്പോൾ ഫുഡ് പ്രൊഡക്ഷൻ, ഓയിൽ ആൻഡ് ഗ്യാസ്, ഇതൊക്കെ സർക്കാരിന് മാത്രമേ അവിടെ കമ്പനിയും കാര്യങ്ങൾ നടത്താൻ പറ്റുമായിരുന്നു, അതൊക്കെ എടുത്ത് മാറ്റി കൊടുത്തു. ടു റിമൂവ് ദ ട്രേഡ് റെസ്ട്രിക്ഷൻസ് വിത്ത് ഫോറിൻ കൺട്രീസ്. കണ്ടോ, ഫോറിൻ കൺട്രീസുമായിട്ടുള്ള ട്രേഡ് റെസ്ട്രിക്ഷൻസ് ഒക്കെ എടുത്ത് മാറ്റി. അങ്ങനെ ഇത് 3 കൂടെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് നമ്മുടെ രാജ്യത്ത് എന്ത് വന്നു, പുതിയ എക്കണോമിക് റിഫോംസ് കൊണ്ടുവന്നു. അതായത് ഈ പറയുന്ന LPG അല്ലെങ്കിൽ LPQയിൽ നിന്നും എന്തോട്ട് മാറി, LPGയിലോട്ട് മാറി. അതായത് ഈ പറയുന്ന ലൈസൻസിങ്ങും അതുപോലെ തന്നെ എന്താണ് പെർമിഷൻസും കോട്ടയും ഒക്കെ ഉണ്ടെങ്കിലേ സ്ഥാപനങ്ങൾ തുടങ്ങാൻ പറ്റൂ എന്നുള്ളത് മാറ്റിയിട്ട് പുതിയ 3 കാര്യങ്ങൾ കൊണ്ടുവന്നു. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ. രണ്ടും കൂടെ വന്നപ്പോൾ അതിനോടൊപ്പം തന്നെ വന്നൊരു മറ്റൊരു സാധനമാണ് ഗ്ലോബലൈസേഷൻ. 3 എന്താ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് എക്കണോമിക് റിഫോംസ് ഓഫ് 1991. അപ്പോൾ എന്തൊക്കെ കാരണങ്ങളാണ് എക്കണോമിക് റിഫോംസ്? അപ്പോൾ എന്താണ്, 1991 നമ്മളെ ഗവൺമെൻറ് പുതിയ സാമ്പത്തിക നയം പ്രഖ്യാപിക്കുന്നു. ആ നയം പ്രഖ്യാപിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, ഒന്ന്, നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് കൂടി, നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് കുറഞ്ഞു. അതായത് ഭയങ്കര ഒരു സാമ്പത്തിക പ്രശ്നത്തിലൂടെ നമ്മൾ പോയത്. കൃത്യസമയത്ത് നമ്മളത് ചെയ്തത് കൊണ്ട് പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ ലോക രാജ്യങ്ങളിലൊക്കെ ഈ പറയുന്ന സാമ്പത്തിക മാന്ദ്യം ഉണ്ടായി.
പക്ഷെ അന്നൊന്നും ഇന്ത്യയെ അത്രത്തോളം അഫക്റ്റ് ആവാതിരുന്നത് ഈ കാര്യം അന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്തതുകൊണ്ടാണ്. അപ്പോൾ ഇന്ത്യയെ രക്ഷിച്ച ഒരു സംഭവമാണ് ഈ പറയുന്ന 91 എക്കണോമിക് റിഫോംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന്, ഫിസിക്കൽ ഡെഫിസിറ്റ് കൂടി, അതായത് കടം കയറി, ഫോറിൻ എക്സ്ചേഞ്ച് ഇല്ലാണ്ടായി, പബ്ലിക് സെക്ടർ എന്ന് പറയുന്ന ഇൻഎഫിഷ്യൻ്റായി, അപ്പോൾ അതിൽ നിന്ന് പ്രോഫിറ്റ് ഒന്നും ഉണ്ടാകുന്നില്ല. ഈ പറയുന്ന ഫ്രീ മാർക്കറ്റ് തുടങ്ങാനായിട്ട് എന്ത് ചെയ്തു, എല്ലാ ലോക രാജ്യങ്ങളിലും ഇതിനനുസരിച്ചുള്ള ആർഗ്യുമെൻറ്റുകളും അതിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ മറ്റു രാജ്യങ്ങൾ ഇടപെടാൻ തുടങ്ങി. 90കളുടെ ഗൾഫ് വാർ, ഫ്യൂവൽ പ്രൈസും കാര്യങ്ങളും പ്രൈസസ് ഉണ്ടാക്കി. അതുപോലെ തന്നെ നമ്മുടെ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ ലിബറലൈസേഷൻ കൊണ്ടുവന്ന് ഇൻഡസ്ട്രിയലൈസേഷൻ നടപ്പിലാക്കിയതിലൂടെ എക്കണോമിക് ഗ്രോത്ത് കൈവരിച്ചപ്പോൾ നമുക്കും അത് ചെയ്യേണ്ട സാഹചര്യം വന്നു. അതുപോലെ വേൾഡ് ബാങ്കും ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടും ചില കണ്ടീഷൻസ് നമ്മളെ കൊണ്ട് ഒപ്പിടിപ്പിച്ചു, ഇമ്പോസ് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഇതുകൊണ്ട് നല്ലതും ഉണ്ടായിട്ടുണ്ട്, ദോഷങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മുടെ പ്രധാനപ്പെട്ട ഗോൾ എന്തൊക്കെയായിരുന്നു? ഇന്ത്യൻ എക്കോണമിയെ ലിബറലൈസ് ചെയ്ത് ഒരു ഓപ്പൺ വേൾഡ് എക്കോണമിയാക്കി മാറ്റുക, പ്രൈവറ്റ് സെക്ടറിൽ ഉണ്ടായിരുന്ന റെഗുലേഷൻസ് എടുത്ത് മാറ്റുക, ഡീറെഗുലേറ്റ് ചെയ്യുക, സർക്കാരിൻ്റെ ഇടപെടൽ ചില സെക്ടറുകളിൽ നിന്ന് എടുത്ത് മാറ്റുക, അതുപോലെ ട്രേഡ് റെസ്ട്രിക്ഷൻസ് ഇല്ലാണ്ടാക്കുക, ഫോറിൻ രാജ്യങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന എന്ത് പറ്റി, LPQയിൽ നിന്നും LPGയിലോട്ട് മാറി എന്ന് പറയാം. ആ LPG ആണ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. എന്താണ് ലിബറലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിബറൽ ആകുക, അല്ലെ? നിങ്ങളുടെ പരീക്ഷ ഹാളിൽ നിൽക്കാൻ വരുന്ന എക്സാമിനർ കുറച്ച് ലിബറൽ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു സന്തോഷമൊക്കെ കിട്ടും, ഇല്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പൾ ഇച്ചിരി ലിബറൽ ആയി കഴിഞ്ഞാൽ നമ്മളുടെ മുകളിൽ ഉണ്ടായിരുന്ന ആ ഒരു കൺട്രോൾ ഒന്ന് കുറയുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ എന്താണ് ലിബറലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, liberalization is an economic policy that gives a country's economy more freedom by relaxing restrictions imposed on various sectors to promote economic growth and development. അപ്പോൾ ഓരോ സെക്ടറിന് മേലും സർക്കാർ ചുമത്തിയിരുന്ന റെസ്ട്രിക്ഷൻസ് റിലാക്സ് ചെയ്ത് കൊടുത്തുകൊണ്ട് സെക്ടേഴ്സിനെ ഒന്ന് ഫ്രീ ആയിട്ട് വളരാൻ വിടുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലിബറലൈസേഷൻ എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ് ഈസ് ദ ചേഞ്ച്. അല്ലെ, എന്താണ് ചേഞ്ച്? എന്താണ് കൺട്രിയുടെ എക്കോണമി എന്ത് കൊടുക്കുന്നു? ഫ്രീഡം കൊടുക്കുന്നു, റെസ്ട്രിക്ഷൻസ് എടുത്ത് കളയുന്നു, അങ്ങനെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കി എടുക്കും. ഓക്കെ, ഇതെങ്ങനെയൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്? ഇൻഡസ്ട്രിയൽ സെക്ടറിൽ റിഫോംസ് കൊണ്ടുവരിക, ഫിനാൻസ് സെക്ടറിൽ റിഫോംസ് കൊണ്ടുവരിക. നിങ്ങൾ ഈ പറയുന്ന 91 ശേഷം വന്ന ബാങ്കുകളെ ന്യൂ ജനറേഷൻ ബാങ്കുകൾ എന്ന് വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് പഠിച്ചത് ഓർക്കുന്നില്ലേ? കണ്ടോ, ഇതാണ് സംഭവം. അപ്പോൾ അന്ന് ഒരു ബാങ്ക് തുടങ്ങാനുണ്ടായിരുന്ന റെസ്ട്രിക്ഷൻസ് ഒക്കെ എടുത്ത് മാറ്റിയപ്പോൾ പുതിയ പുതിയ കമ്പനികൾക്ക് ബാങ്ക് തുടങ്ങാൻ വന്നു. ടാക്സ് റിഫോംസ് കൊണ്ടുവന്നു, ഇമ്പോർട്ട് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കുറച്ചു, അങ്ങനെ കുറച്ചുകൂടെ ഫ്രീ ആക്കി. ഫോറിൻ എക്സ്ചേഞ്ചിൽ റിഫോംസ് കൊണ്ടുവന്നു, അതുപോലെ ഫോറിൻ ട്രേഡിലും മാറ്റങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ ഈസി ആയിട്ട് ഇവിടെയുള്ള രാജ്യങ്ങൾക്ക് വിദേശ രാജ്യങ്ങളുമായിട്ട് കണക്ട് ആകാനും സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും ബിസിനസ് നടത്താനും ഒക്കെ പറ്റും. അപ്പോൾ ഈ പറയുന്ന പ്രധാനപ്പെട്ട ഏരിയകളിലാണ് കൂടുതലായിട്ട് ലിബറലൈസേഷൻ വന്നത്. അടുത്ത് വരുന്നതാണ് പ്രൈവറ്റൈസേഷൻ. പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ആദ്യ കാലത്ത് പല കാര്യങ്ങളും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ മാത്രമായിരുന്നു. എന്നാൽ ഇതൊന്നും മാറ്റിക്കൊടുക്കുക, റെഡ്യൂസിങ് ദ റോൾ ഓഫ് പബ്ലിക് സെക്ടർ ആൻഡ് പ്രൊവൈഡിങ് മോർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ പ്രൈവറ്റ് സെക്ടർ. അല്ലേ, പബ്ലിക് സെക്ടർ എല്ലായിടത്തും പബ്ലിക് സെക്ടറിൻ്റെ കയ്യിൽ ഇരിക്കാതെ എന്ത് ചെയ്തു, കാര്യങ്ങൾ പ്രൈവറ്റിനും കൂടെ വിട്ടുകൊടുത്തു. എങ്ങനെ വിട്ടുകൊടുത്തു? അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. എന്താണ് ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് വെച്ചാൽ? ഇൻവെസ്റ്റ്മെൻറ്റിനെ ആക്കി വിടുക എന്ന് വെച്ചാൽ അർത്ഥം എന്താ? സർക്കാരിൻ്റെ കയ്യിലിരിക്കുന്ന സ്ഥാപനങ്ങൾ പലതും പ്രൈവറ്റുകൾക്ക് വിട്ടുകൊടുക്കുക. സർക്കാരിൻ്റെ കയ്യിലിരിക്കുന്ന സ്ഥാപനങ്ങൾ പലതും പ്രൈവറ്റിന് വിട്ടുകൊടുക്കുക. എങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റും? ഹോൾസെയിലായിട്ട് കൊടുക്കാൻ പറ്റും, ഷെയർ സ്കെയിലായിട്ട് കൊടുക്കാൻ പറ്റും, ഞാൻ പറഞ്ഞത് മാറിപ്പോയി അല്ലേ. ഹോൾസെയിലായിട്ട് കൊടുക്കാൻ പറ്റും, ഷെയർ സെയിലായിട്ട് കൊടുക്കാൻ പറ്റും, ക്യാപിറ്റൽ സെയിലായിട്ട് കൊടുക്കാൻ പറ്റും, സ്ട്രാറ്റജിക് സെയിലായിട്ട് കൊടുക്കാൻ പറ്റും. ഓരോന്നും വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നോക്കിക്കോ, എന്താണ് പ്രൈവറ്റൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് റെഡ്യൂസിങ് ദ റോൾ ഓഫ് ദ പബ്ലിക് സെക്ടർ ആൻഡ് പ്രൊവൈഡിങ് മോർ ഓപ്പർച്യൂണിറ്റി ഫോർ ദ പ്രൈവറ്റ് സെക്ടർ ത്രൂ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. സോ ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓഫ് ദ പ്രൈവറ്റൈസേഷൻ പ്രോസസ് ആൻഡ് ഇസ് ഇംപ്ലിമെൻറ്റഡ് ത്രൂ ദ സെയിൽ ഓഫ് ഷെയർസ്. ഷെയറിൻ്റെ സെയിലുകളിലൂടെയാണ് നമ്മൾ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നത്. ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഹോൾസെയിലായിട്ട് പ്രൈവറ്റൈസ് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ കണ്ടു നമ്മുടെ ഇന്ത്യൻ എയർലൈൻസിനെ ടാറ്റ ഗ്രൂപ്പിന് വിറ്റു എന്നുള്ള വാർത്ത നിങ്ങൾ ഈ അടുത്ത് കേട്ടു. അതായത് ഒരു ബിസിനസ് സ്ഥാപനം അത് ആരുടെ കയ്യിലായിരുന്നു? ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കയ്യിലായിരുന്നു. അതിനെ പൂർണ്ണമായും വിട്ടുകൊടുത്തു, ഹോൾസെയിലായിട്ട് അങ്ങ് വിറ്റു എന്ന് വെച്ചാൽ മൊത്തത്തിൽ അങ്ങ് പ്രൈവറ്റ് കമ്പനിക്ക് വിട്ടുകൊടുക്കുന്നു. അതാണ് ദ എൻറ്റയർ സെയിൽ ഓഫ് ദ പബ്ലിക് സെക്ടർ. അല്ലേ, ദ എൻറ്റയർ സെയിൽ ഓഫ് ഇനി പബ്ലിക് സെക്ടർ. പബ്ലിക് സെക്ടറിൽ ഉണ്ടായിരുന്നതിനെ പൂർണ്ണമായിട്ടും വിറ്റ് കളയുന്നു. അടുത്ത് ഷെയർ സെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഷെയർ മാർക്കറ്റിനെ പറ്റിയോ നിങ്ങൾ അറിയാൻ വഴിയില്ല എങ്കിലും നമുക്ക് ഇപ്പോൾ ഇന്ന് എനിക്കൊന്ന് പറയുന്ന വ്യക്തിക്ക്
ഇപ്പോൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെയോ അല്ലെങ്കിൽ ONGC എന്ന് പറയുന്ന അറിയാലോ, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ്, ഇതൊക്കെ സർക്കാരിൻ്റെ കയ്യിലിരിക്കുന്ന അവരുടെ ഷെയർ വാങ്ങാനായിട്ടെന്ന് പറ്റും ത്രൂ ഷെയർ മാർക്കറ്റ്. അപ്പോൾ ആ ഷെയർ വിൽക്കുന്നതിലൂടെ നമുക്കും ആ കമ്പനിയുടെ ഷെയറിന്മേൽ ഒരു അവകാശം കിട്ടും. അപ്പോൾ ദ സെയിൽ ഓഫ് എ പോർഷൻ ഓഫ് ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് എ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, SBIയുടെ ഷെയർ ഞാൻ വാങ്ങുന്നു, അതുപോലെ ഈ ഗവൺമെൻറ് കമ്പനികളുടെ, അല്ലെങ്കിൽ ഇപ്പോൾ കോൾ അതോറിറ്റി ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ നമ്മളെന്താണ് സിയാൽ, അല്ല ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട ഗവൺമെൻറ് കമ്പനികൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ നമുക്കിന്ന് ഷെയർ വാങ്ങാനായിട്ട് പറ്റും. എന്ന് വെച്ചാൽ ഫിസിക്കലി നമ്മൾ ആ കമ്പനിയുടെ ആരും ആകുന്നു എന്നല്ല എൻ്റെ അർത്ഥം, അവരുടെ ഷെയറിലേക്ക് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ അത് ലാഭം കിട്ടുമ്പോൾ നമുക്കതിൻ്റെ ഒരു ഭാഗം കിട്ടും. അങ്ങനെ കമ്പനിയുടെ ആ സ്ഥാപനത്തിൻ്റെ മൂല്യം വർദ്ധിക്കുന്നു. അടുത്ത ക്യാപിറ്റൽ സെയിൽ, അതായത് സെല്ലിംഗ് ഗവൺമെൻറ് ക്യാപിറ്റൽ ഇൻ എ സെക്ടർ വെയർ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻസ് ആർ നോട്ട് റിക്വയർഡ്. അതായത് സർക്കാരിൻ്റെ കയ്യിലുള്ള ചില സാധനങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അതിപ്പോൾ സർക്കാരിന് ആവശ്യമില്ല, അത് ലൈസൻസ് കൊടുത്ത് നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്ന പോലെയൊക്കെ എന്ത് ചെയ്യാം, മറ്റ് പ്രൈവറ്റ് കമ്പനികൾക്കത് വിൽക്കാനായിട്ട് സാധിക്കും. ഇനി സ്ട്രാറ്റജിക് സെയിൽ, സെല്ലിംഗ് പോർഷൻ ഓഫ് ദ ക്യാപിറ്റൽ ഷെയർ ടു സെലക്റ്റഡ് പാർട്ട്നേഴ്സ്. അതായത് ചില ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞിരുന്നു വെച്ചിട്ട് ഹോൾസെയിലാണെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ട് വിൽക്കും. സ്ട്രാറ്റജിക് സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മൊത്തം ഭാഗവും നമ്മൾ വിൽക്കത്തില്ല, അതിൽ കുറേ കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളായിരിക്കും. എങ്കിലും ചില മേഖലകൾ മാത്രം സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കയ്യിൽ വെച്ചിട്ട് ബാക്കി ഭാഗം എന്ത് ചെയ്യിക്കും. ചിലപ്പോൾ ഇപ്പോൾ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രൊജക്റ്റ് നിങ്ങൾ നടത്തുന്നു വിചാരിക്കാം, ആ ഡിഫൻസിൻ്റെ പ്രൊജക്റ്റ് പൂർണ്ണമായിട്ടും ഗവൺമെൻറ് അടുത്ത് നടത്താൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് പറ്റും, അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം അവർക്ക് ഔട്ട്സോഴ്സ് ചെയ്ത് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഈ സ്ട്രാറ്റജിക് സെയിലിൽ വരുന്നത്. അപ്പോൾ പൂർണ്ണമായ ഒരു കമ്പനി വിറ്റ് കഴിഞ്ഞാൽ അത് ഈ പറയുന്ന ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിൽ ഹോൾസെയിൽ എന്ന് പറയും. നമുക്ക് ഷെയർ മാത്രം വാങ്ങാം, അതായത് കമ്പനിയുടെ ഒരു പരിപാടിയിൽ നമുക്ക് ബന്ധപ്പെടാൻ പറ്റത്തില്ല, ഷെയർ മാത്രം വാങ്ങിച്ചു വയ്ക്കുമ്പോഴും സർക്കാരിൻ്റെ വരുമാനം കൂടുന്നു, അത് ഷെയർ സെയിൽ. ഇനി ചില സ്ഥാനങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ സർക്കാരിന് ഇപ്പോൾ ആവശ്യമില്ല, അല്ലെങ്കിൽ സർക്കാരിന് ആ മേഖല ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കാൻ സമയമില്ല, അപ്പോൾ എന്ത് ചെയ്യും, അത് മാത്രം ലീസിന് കൊടുക്കുക. ഇപ്പോൾ റെയിൽവേയുടെ കുറച്ച് സ്ഥലം, ആ റെയിൽവേയുടെ കുറച്ച് സ്ഥലം എന്ത് ചെയ്യുന്നു, മറ്റൊരു വ്യക്തിക്ക് കുറേ കാലത്തേക്ക് ലീസിന് കൊടുക്കുന്നു. ഇതൊരു ക്യാപിറ്റൽ സെയിലായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാനായിട്ട് പറ്റും. സ്ട്രാറ്റജിക് സെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രൊജക്റ്റോ ഒരു സ്ഥലമോ ഒരു സ്ഥാപനമോ ഉണ്ട്, പൂർണ്ണമായി അത് കൊടുക്കത്തില്ല, അതിൻ്റെ ചില കാര്യങ്ങൾ മാത്രം പ്രൈവറ്റ് വ്യക്തികൾക്ക് നടത്താൻ കൊടുത്താൽ അതാണ് സ്ട്രാറ്റജിക് സെയിൽ എന്ന് പറയുന്നത്. ഈ രീതിയിലാണ് എന്ത് വർക്ക് ചെയ്യുന്നത്, പ്രൈവറ്റൈസേഷൻ വർക്ക് ചെയ്യുന്നത്. ലാസ്റ്റ് വരുന്നതാണ് ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മുടെ വേൾഡ് എന്ന് പറയുന്നത് ഒരൊറ്റ മാർക്കറ്റായിട്ട് മാറും. നിങ്ങൾ ഇന്നിപ്പോൾ ഫ്ലിപ്കാർട്ട് വഴിയും ആമസോൺ വഴിയൊക്കെ നമുക്കറിയാമല്ലോ, നമുക്ക് വിദേശത്തുള്ള അല്ലെങ്കിൽ ആലിബാബ എക്സ്പ്രസ് ഒക്കെ വഴി നമുക്ക് എന്ത് ചെയ്യാം, വിദേശത്തുള്ള സാധനം നമുക്ക് ഇന്ത്യയിൽ നിന്ന് വാങ്ങാൻ പറ്റും. ഇത് എന്തുകൊണ്ടാണ് സാധിക്കുന്നത്, ലോകം മൊത്തം ഒറ്റ മാർക്കറ്റായിട്ട് മാറുക അല്ലേ. അപ്പോൾ ഗ്ലോബലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്, അപ്പോൾ രാജ്യങ്ങൾ തമ്മിലുണ്ടാകുന്ന ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ എക്കോണമികൾ ഉണ്ടാകുന്ന ഇൻ്റഗ്രേഷൻ. കണ്ട് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക്, അവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സാധനങ്ങളും സേവനങ്ങളും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ ഇൻ്റഗ്രേഷൻ ഓഫ് എ കൺട്രീസ് എക്കോണമി വിത്ത് ദ ഗ്ലോബൽ എക്കോണമി. ഓക്കെ, ഇതെന്ത് ചെയ്യും, ഇമ്പോർട്ട് ഡ്യൂട്ടികൾ ഇല്ലാണ്ടാക്കുന്നതിലൂടെയാണ് വരുന്നത്. അപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു, വിദേശ രാജ്യങ്ങൾ ഇവിടെ സ്ഥാപനം തുടങ്ങുന്നു, മൾട്ടിനാഷണൽ കമ്പനികൾ വരുന്നു, അതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അതായത് this means the further globalization of trade, capital investment and the transfer of technology and human resources. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചത്, മൾട്ടിനാഷണൽ കമ്പനികളുടെ വരവ്, ഒരു രാജ്യത്ത് ഹെഡ് ഓഫീസും എന്നാൽ സ്ഥാപനങ്ങൾ മറ്റിടത്ത്. ഇപ്പോൾ ആപ്പിൾ ഐഫോൺ ഉണ്ടാക്കുന്ന ആപ്പിൾ കമ്പനി അമേരിക്കയിലാണ്, എന്നാൽ ഇവരുടെ പ്ലാന്റ് മെയിനായിട്ടിരിക്കുന്ന സ്ഥലം എവിടെയാണ്, ചൈനയിലാണ്. അപ്പോൾ എന്തായത്, ഇത് ഒന്നിലധികം രാജ്യത്ത് ഓപ്പറേറ്റ് ചെയ്യല്ലേ. ഇവർ ഈ പറയുന്ന സാധനത്തിന് ഓർഡർ ഇവിടെ കൊടുക്കുന്നു, ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നു, അത് തിരിച്ച് ഇവിടെ കൊണ്ടുപോയിട്ട് വിൽക്കുന്നു, അല്ലെങ്കിൽ അത് കൊണ്ടുവന്ന് ഇവിടെ വിൽക്കുന്നു, ആഫ്രിക്കയിൽ വിൽക്കുന്നു, അല്ലെങ്കിൽ കൊണ്ടുവന്ന് നമ്മുടെ ഗൾഫിൽ വിൽക്കുന്നു. അപ്പോൾ എന്താണത്, ഒന്നിലധികം രാജ്യത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നു. അതായത് ട്രേഡിനെ വീണ്ടും ഗ്ലോബലൈസ് ചെയ്യിപ്പിക്കുന്നു, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടുന്നു, ടെക്നോളജിയും ഹ്യൂമൻസിനെയും ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലേ. ഈ കമ്പനിയുടെ കോൾ സെൻറ്റർ ഇരിക്കുന്നത് ചിലപ്പോൾ ഇന്ത്യയിലായിരിക്കും. അപ്പോൾ അങ്ങനെ രാജ്യങ്ങൾ തമ്മിൽ ഒരു ഐക്യത്തിൽ വരും. അതായത് നേരത്തെ പറഞ്ഞ ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും വരുന്നത് കാരണം അതിൻ്റെ ഒരു കോൺസിക്വൻസ് എന്നോണം ഉണ്ടാകുന്നതാണ് ഗ്ലോബലൈസേഷൻ. എന്ന് വെച്ചാൽ നിയമങ്ങൾക്ക് അയവ് വരുത്തുന്നു, അതിലൂടെ പല പല പ്രൈവറ്റ് സ്ഥാപനങ്ങൾ വരുന്നു, സ്ഥാപനങ്ങൾ ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്ന പലതും ഏറ്റെടുത്ത് നടത്തുന്നു, അതിലൂടെ ഈ പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നു. അമർത്യ സെൻ എന്ന് പറയുന്ന ഒരു എക്കണോമിസ്റ്റ് ആണെന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. സോ ഗ്ലോബലൈസേഷൻ ഈസ് നോട്ട് എ പോളിസി, ഇറ്റ് ഈസ് എ ഫിനോമിനൻ. അത് ആരും കൊണ്ടുവരുന്ന ഒന്നല്ല, മറ്റ് കാര്യങ്ങൾ ഉണ്ടാവുന്നത് കാരണം അതിനോടൊപ്പം വരുന്ന ഒരു പ്രതിഭാസമാണ് എന്തെന്ന് പറയുന്നത്, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് ദ പോളിസീസ് that have made economies more interconnected and integrated. അങ്ങനെ ഗ്ലോബൽ ട്രേഡ് വരുന്നു, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻസ് വരുന്നു, അങ്ങനെ മൾട്ടിനാഷണൽ കോർപ്പറേഷനുകളും എന്ത് ചെയ്യുന്നു, ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിലവിൽ വരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത്.
അങ്ങനെ ഗ്ലോബലൈസേഷൻ വരുന്നതിലൂടെ സാധനങ്ങളും സേവനങ്ങളും ക്യാപിറ്റലും അതായത് മൂലധനവും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഷെയർ ചെയ്യപ്പെടും. ഇനി ഡ്രൈവിംഗ് ഫോഴ്സസ് ഓഫ് എക്കണോമിക് ഗ്രോത്തും കുറച്ച് ഭാഗങ്ങളുണ്ട്, നമുക്കത് ഇവിടെ പഠിക്കാം, അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഒന്നും കൂടെ നമ്മുടെ 1991 പുതിയ എക്കണോമിക് പോളിസിയുടെ ഭാഗമായിട്ട് എന്തൊക്കെ വന്നു? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ലിബറലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ കൺട്രോള് കുറയ്ക്കുന്നു. പ്രൈവറ്റൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നു. ഇത് രണ്ടും കൂടെ ഉണ്ടായിട്ട് വേൾഡ് ഒരു സിംഗിൾ മാർക്കറ്റായിട്ട് മാറുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്ലോബലൈസേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലിബറലൈസേഷനിൽ എന്തൊക്കെ വരും, പ്രൈവറ്റൈസേഷനിൽ എന്തൊക്കെ വരും, ഗ്ലോബലൈസേഷനിൽ എന്തൊക്കെ വരും എന്നുള്ളവർ നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. നോട്ട് ഉടനെ അവൈലബിൾ ആകും. അതുവരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തൽക്കാലം സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് നോട്ട് പ്രിപ്പയർ ചെയ്യാം. സോ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സോട് നമുക്ക് ഈ ചാപ്റ്റർ തീർക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.